ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട തെരഞ്ഞെടുപ്പ് മോദി 1.5 മാസത്തേക്ക് വലിച്ചു നീട്ടിയത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. ഇപ്രാവശ്യം 400 സീറ്റ് ഒപ്പിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് ഇത്ര നാളത്തേക്ക് വലിച്ചു നീട്ടിയതിലൂടെ മോദി വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വലിച്ചു നീട്ടാനുള്ള ആ തീരുമാനത്തെ ഓർത്ത് മോദി പശ്ചാത്തപിക്കുന്നുണ്ടാവാം. കാരണം ദിവസം മുന്നോട്ട് ചെല്ലുന്തോറും BJPയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഫേസിലെ ഇലക്ഷനിൽ BJPയുടെ പ്രകടനം വളരെ മോശമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ അതിലും മോശം പ്രകടനമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 7-ാം തീയതി 3ാമത്തെ ഘട്ട ഇലക്ഷൻ നടക്കുകയാണ്. ഇതിലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാ ഇടങ്ങളിൽ നിന്നും വലിയ നാണക്കേടാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ നേരിടുന്നത്. ഇതിന്റെ ഒരു നേർത്തെളിവ് കണ്ടോളൂ. മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ BJP ജില്ലാ പ്രസിഡന്റ് ഷൗമിക മഹാഡിക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നിന്നുള്ള ദൃശ്യമാണിത്. राहुल गांधी हा एकच पर्याय दिसतोय मला. मग उद्या राहुल गांधींच्या हातात तुम्ही देश देणार आहात का नरेंद्र मोदींच्या हातात देश देणार आहात? राहुल അവർ തന്റെ പ്രസംഗത്തിനിടെ അവിടെ കൂടിയിരിക്കുന്ന അവരുടെ സപ്പോർട്ടേഴ്സ് ആയിരിക്കേണ്ട ആൾക്കാരോട് ചോദിക്കുകയാണ്, നാളെ ഇന്ത്യയെ നരേന്ദ്രമോദിയുടെ കരങ്ങളിലേക്കാണോ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിലേക്കാണോ കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവരുടെ സപ്പോർട്ടേഴ്സ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഉത്തരം നരേന്ദ്രമോദി എന്ന് തന്നെ അവർ സ്വാഭാവികമായി ഉറപ്പിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടോളൂ. ചോദ്യത്തിന് ശേഷം ഒരു നിമിഷം സൈലൻസ്. പിന്നീട് സദസ്സിൽ നിന്നും വന്ന ഉത്തരം അത് തന്നെ. ആൾക്കാർ റെസ്പോണ്ട് ചെയ്തത് രാഹുൽ ഗാന്ധി എന്ന്. ചമ്മിപ്പോയ അവർ ചമ്മൽ മറയ്ക്കാൻ കാക്കതൂറി എന്ന രീതിയിലുള്ള ഒരു ചിരിയുമായിട്ട് അരേ വാ എന്ന് പറയുന്നു. എന്ത് ചെയ്യണം എന്ന് പറയണം എന്ന് അറിയില്ല. ചിരിക്കണോ അതോ കരയണോ? പിന്നീട് നിർത്താതെയുള്ള ഊളൻ ചിരി കണ്ടോ? സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് പോലും അവരുടെ ചമ്മലടക്കാൻ സാധിക്കാതെ ഒരുമാതിരി ഏതാണ്ട് കളഞ്ഞ അണ്ണാന്റെ ചിരി ചിരിക്കുകയാണ്. അവിടെ വേദിയിലിരിക്കുന്ന BJPയുടെ വാഷിംഗ് മെഷീനിൽ അലക്കി വെളുപ്പിച്ചെടുത്ത NCP മന്ത്രി ഹസൻ മുഷ്രിഫിന് ചിരി അടക്കാനാവുന്നില്ല. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കുലുങ്ങി ഒരുമാതിരി മറ്റേ ചിരി ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെങ്ങും ഇന്നത്തെ BJPയുടെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആളുകൾ വളരെ കുറവ്. പഴയതുപോലെ മോദിയുടെ നുണകളും വർഗീയ വിഷയം ചീറ്റിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും ജനങ്ങൾക്കിടയിൽ യേശുന്നില്ല. ദിനം ചെല്ലുന്തോറും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ ഇപ്രാവശ്യം ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ ഇത് പര്യാപ്തമാവുമോ എന്ന് വ്യക്തമല്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ BJP വലിയ തിരിച്ചടി നേരിടും എന്നുള്ള സൂചനകളാണ് ഈ കാണുന്നത്. 400 പോയിട്ട് 300 പോയിട്ട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 ഒപ്പിക്കാൻ BJP പാടുപെടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?